എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ബീച്ചിൻ്റെ സൈഡിൽ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെയാണ് എൻ്റെ പപ്പ താമസിക്കുന്നത്. ഈ ഒരു ഐലൻഡിൻ്റെ പേരാണ് ബാഫുളത്. ഇതിൻ്റെ മെയിൻ ഐലൻഡാണ് മാലി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കടലാണെങ്കിലും നല്ല രസമാണ്. ഇപ്പം ഈ തിരമാലകളൊക്കെ ഇങ്ങനെ അടിച്ച് വരുന്നതാണെങ്കിൽ സൂം ചെയ്ത് അതിൻ്റെ അടുത്ത് വെച്ച് കാണാൻ നല്ല രസമാണ്. അതിനകത്തിപ്പോൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സാൻഡിൽ കളിക്കാൻ നല്ല രസമാണ്. ആ സാൻഡ് നല്ല പൊടി പോലെ. പിന്നെ എല്ലാവർക്കും കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും സാൻഡിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അതുപോലെ തന്നെ ഈ സ്കൈയും എല്ലാം നല്ല ബ്ലൂ കളറായിട്ട് എന്ത് രസമാണെന്നറിയാമോ. ആ ഒരു വെരി വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് അത്ര പറയാനുള്ളൂ. ഞാൻ പോയിട്ടുണ്ട്, കുറച്ച് മാസങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. പിന്നെ ഈ തിരമാലകൾ ഇങ്ങനെ അടിച്ച് വരുന്ന കാണാൻ നല്ല രസമാണ്. അതിങ്ങനെ അടിച്ച് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിലേക്ക് ഇങ്ങനെ വെള്ളം അടിക്കും. ആ ഒരു സീ ആണെങ്കിലും നല്ലൊരു ബ്ലൂ കളറുകളാണ്. ഇങ്ങനെ വന്നിട്ട് തിരമാല ഇങ്ങനെ ചിലപ്പോൾ നല്ല ശക്തിയിലൊക്കെ അടിച്ചിട്ട് കുറേ ദൂരം വരും. നമ്മളിപ്പോൾ ചിലപ്പം നല്ല രസമായിട്ട് ഇങ്ങനെ അതിൽ കൂടുതൽ ഈ കോറൽസ് ഉണ്ട്. കോറൽസ് ഒക്കെ അതിലിങ്ങനെ പറഞ്ഞിട്ട് അത് കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കുറേ ടൂറിസ്റ്റ് ചൈന, അങ്ങനത്തെ യൂറോപ്പ്, അവിടെ നിന്നൊക്കെ ഫോറിനേഴ്സ് വരാറുള്ളതാണ് ഇങ്ങോട്ട്. കൂടുതലും ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് കുറേ വരാറുണ്ട്. പരിചയപ്പെടാറൊക്കെ നമുക്ക് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഈ മരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കോറൽസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, തൂക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ബോൾസും കുറേ കുപ്പികളും ലൈറ്റും എല്ലാം ആയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഈ മരത്തിൽ തന്നെ തൂക്കിയിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഇത് ഞാനെടുത്ത വീഡിയോ അല്ല, എൻ്റെ പപ്പ എടുത്ത വീഡിയോ ആണ്. ഇത് ആ ഒരു സൈഡിൽ ഒരു മരമാണ്. ഒരു മരത്തിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. ആര് തൂക്കിയതാ എങ്ങനെയൊന്നും എനിക്ക് അധികം വിശദീകരണം എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് സാൻഡാണെങ്കിലും എനിക്ക് നല്ല പൊടി പോലത്തെ സാൻഡാണ്. ഞാൻ കുറച്ച് മാസങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. നല്ല രസമാണ്. നമുക്ക് ബീച്ചിലൊക്കെ പോവാം. എന്ത് രസമാണെന്നറിയാമോ. ആ ഒരു കടൽ നല്ല നീറ്റാണ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കടൽ കൂടുതൽ വേസ്റ്റ് എല്ലാമെന്ന് പറഞ്ഞായിരിക്കും. ഈ മരത്തിൽ കണ്ടോ ഗൈസ്, നല്ല കോറലൊക്കെ, ഒത്തിരി കോറലൊക്കെ അതിങ്ങനെ തൂക്കിയിട്ടത് ഓരോ ഷേപ്പിലൊക്കെ ഉണ്ട്. ഈ മരത്തിൻ്റെ അറ്റത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും കോറൽസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അത് പല നിറത്തിലും പല ഷേപ്പിലും ഉണ്ട് കേട്ടോ. ഈ സാൻഡ് ആണെങ്കിൽ നല്ല രസമാണ്. ഇതുണ്ടോ കോറൽസൊക്കെ ഓരോ കളർ, ചിലപ്പം ബ്രൗൺ ആയിരിക്കും, ചിലപ്പോൾ റെഡ് ആയിരിക്കും, ചിലപ്പം കൂടുതലും വൈറ്റിലാണ് ഉള്ളത്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൂടുതലും കണ്ടത് വൈറ്റിലാണ്. ഇത് കണ്ടോ എന്തൊക്കെയോ തൂക്കിയിട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇത് എനിക്ക് ബോട്ടിൽ ഉപയോഗിക്കുന്നതാണെന്നാണ്. ഒരു മരങ്ങളൊക്കെയാണെങ്കിൽ നല്ല രസമുണ്ട്. ഈ ഓരോ ഫോറിനേഴ്സൊക്കെ വന്നിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരും തൂക്കിയിടും. പിന്നെ അവിടുത്തെ ആൾക്കാർ കൂടുതലും മുസ്ലിംസാണ്. അവിടുത്തെ ആൾക്കാർ കൂടുതലും മുസ്ലിംസാണ്. ഒക്കെ കണ്ടോ നല്ല രസമില്ലൊരു ഇതിൽ കല്ലൊക്കെ തൂക്കിയിട്ടേക്കുന്നത്. എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. അവിടെയൊക്കെ ഇത് ഈ ഫോറിനേഴ്സ് വരുമ്പം അവർക്ക് കടക്കാൻ വേണ്ടി ഇരിക്കാനൊക്കെ ഒരു ബെഞ്ച് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടോ ഗൈസ്, ഒരു ഐലൻഡ്. അതാണ് ഇന്നഫുഷി എന്ന് പറഞ്ഞ ഐലൻഡ്. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആ ഒരു ഐലൻഡാണ് ഇന്നഫുഷി എന്ന് പറഞ്ഞൊരു ഐലൻഡ്. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിലും ഏകദേശം ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് സൂമാക്കി ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഏകദേശമൊക്കെ കാണത്തുള്ളൂ. എനിക്ക് കാണിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ഈ തിരമാലയൊക്കെ അടിച്ചു വരുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയാമോ. ഇത് ഇപ്പോൾ ഒരു രാവിലെ ഒരു ടൈമാണ്. കുറേ പേര് അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇത് കണ്ടോ തിരമാലയൊക്കെ അടിച്ചു വരുന്നതാണ് നല്ല രസമാണ്. ഈ മണ്ണിലേക്ക് ഇങ്ങനെ അടിച്ച് വന്ന് നനഞ്ഞ മണ്ണൊക്കെ ഉരുട്ടി ഞാൻ കളിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. നമുക്ക് നമ്മൾ തിരമാലയൊക്കെ വരുമ്പം അതിലൊക്കെ ഇങ്ങനെ ഇറങ്ങി എന്ത് രസമാണെന്നറിയാമോ. അതിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാം. കുറച്ച് നേരം നിങ്ങൾ അതിൻ്റെ സൗണ്ടൊക്കെ ഇതൊക്കെ കേട്ട് വെക്കും. ഇത്രയാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി വലിയ വീഡിയോ ആണ് തന്നെ. അപ്പം ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. നമുക്കപ്പോൾ അടുത്ത വീഡിയോ പിന്നെയും കാണാം. ബൈ.